ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. വിവാദ പ്രസംഗത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. പോലീസ് റിപ്പോർട്ടും തള്ളി. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ DGPക്ക് നിർദ്ദേശം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്? രോഹിണി, നിലവിൽ ഈ സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ തുടരന്വേഷണം നടത്താനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിലവിൽ DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിധി പ്രസ്താവം നടത്തുന്ന വേളയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ മന്ത്രിയുടെ വാക്കുകൾ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലാണ്, അനാദരവുള്ളതാണെന്ന് ഈ പ്രഥമ ദൃഷ്ട്യാ തന്നെ തോന്നുമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ പോലീസിന്റെ റഫർ റിപ്പോർട്ട്, അതായത് FSL ലാബിന്റെ പരിശോധനാ റിപ്പോർട്ട്, അതിന് കാത്തു നിൽക്കാതെയാണ് പോലീസ് റഫർ റിപ്പോർട്ട് സമർപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണം അത് തെറ്റായ ദിശയിലായിരുന്നു. മാത്രവുമല്ല, ഈ കേസ് അവസാനിപ്പിക്കണമെന്നും ഈ കേസിൽ തുടരന്വേഷണ സാധ്യത ഇല്ല എന്നുമുള്ള പോലീസിന്റെ റഫർ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയും തെറ്റാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിക്കൊണ്ടാണ് ഈ രണ്ട് ഉത്തരവുകളും റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തുടരന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ വീഡിയോ ക്ലിപ്പും അതിന്റെ ശബ്ദരേഖ അടക്കം പോലീസ് പരിശോധിച്ചില്ല. ഈ പ്രസംഗം കേട്ടുനിന്ന ആളുകളുടെ, മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയില്ല. ഇത്തരത്തിൽ അന്വേഷണത്തിൽ എമ്പാടും പാളിച്ച ഉണ്ടായെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മന്ത്രി സജി ചെറിയാൻ മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ തുടരന്വേഷണം നടത്താനായിട്ടാണ് സിംഗിൾ ബെഞ്ച് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.